നമസ്കാരം. നമ്മൾ വൃക്ഷപരിചയ സെഗ്മെൻറ്റിൽ ഒരുപാട് വൃക്ഷങ്ങൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൂടി ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അതൊരിക്കലും പൂർണ്ണമാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ള ഇടം ഏതാന്ന് കൂടി അറിയണ്ടേ. ഞങ്ങൾ വെങ്ങോലക്കാരുടെ ഗ്രാമദേവത സ്ഥാനമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തുടിപ്പ് എന്ന് തന്നെ പറയാവുന്ന ഒരിടം പുതുപ്പാറക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്ന വൃക്ഷത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ഈ ഇടത്തിന് ഞങ്ങളുടെ ഗ്രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള അതിൻ്റെ പ്രത്യേകതകൾ, ചരിത്രങ്ങൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു പോകാം. അതിനായിട്ട് നമ്മുടെ ക്ഷേത്രം സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോമചേട്ടാ നമസ്കാരം. നമസ്കാരം. പഴക്കം നിശ്ചയിക്കാനാവാത്ത വിധം ഉള്ളൊരു ചരിത്ര പ്രാധാന്യം നമ്മുടെ ഈ കാവിനുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ വസ്തുതകൾ എന്തൊക്കെയാണെന്നുള്ളത് കാഴ്ചക്കാരിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഈ വെങ്ങോല പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തായി പാടങ്ങളാലും തോടുകളാലും ഒക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അതിപുരാതനമായ ഒരു കാവാണ് വെങ്ങോല പുതുപ്പാറ ഭഗവതി ക്ഷേത്രം. പുതുപ്പാറ കാവ് എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ച് തീരുമാനിക്കാൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ കാരണവന്മാർക്കോ അതിനു മുമ്പുള്ള കാരണവന്മാർക്കോ പോലും അവരിൽ നിന്ന് പോലും ഞങ്ങൾക്കൊരു വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു വിവരം ഇത് എടപ്പള്ളി ദേവസ്വത്തിൻ്റെ വകയായിരുന്നു എന്നും അവർ ഒരു 100 പേർക്ക് നിലവും മറ്റ് സൗകര്യങ്ങളോടുകൂടി ഊരായ്മക്കാരെ ഏൽപ്പിച്ചു എന്നും ഊരായ്മക്കാരത് കൈകാര്യം ചെയ്ത് വന്ന് ലാസ്റ്റ് എല്ലാം വിറ്റ് അവസാനം 1-2 സെൻറ്റിൽ കുടികൊള്ളുന്ന ഒരു ചെറിയ ക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രം ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ക്ഷേത്രം 2 ഭാഗങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് മേൽക്കാവും, ഒന്ന് കീഴ്ക്കാവും. കീഴ്ക്കാവിൽ ഭദ്രകാളിയും ശാസ്താവും കുടികൊള്ളുന്നു. മേൽക്കാവിൽ ദുർഗാദേവിയും മഹാവിഷ്ണുവും ശിവനും തുല്യപ്രാധാന്യത്തോടു കൂടിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഉപദേവതന്മാരായിട്ടും കുടികൊള്ളുകയാണ്. കൂടാതെ സർപ്പപ്രതിഷ്ഠയും മതിൽക്കെട്ടിന് പുറത്ത് സർപ്പപ്രതിഷ്ഠയും ഉൾക്കൊള്ളുന്നു. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠകളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇവിടെ സാധാരണ രാവിലെ മാത്രമാണ് ഇപ്പോൾ പൂജ നടക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് വൈകിട്ട് പൂജയുള്ളൂ. പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് കുംഭഭരണിയാണ്. കുംഭഭരണി ഉത്സവത്തോടനുബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഒന്ന് മുടിയേറ്റ്, പിന്നെ ഗരുഡത്തൂക്കം, ഒറ്റത്തൂക്കം. അതാണ് പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ വഴിപാടുകളുടെ ഫലം സിദ്ധി എന്താണെന്ന് വെച്ചാൽ കൂടുതലായും അനുഭവമുള്ളത് ഒന്ന് മംഗല്യഭാഗ്യമാണ്. പിന്നെ അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും മറ്റങ്ങനെയുള്ള പുഷ്പാഞ്ജലികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും നല്ല അനുഭവങ്ങൾ കിട്ടിയതായിട്ടുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ വടക്ക് ഭാഗം, അതായത് കാസർഗോഡ് മുതൽ തെക്കോട്ട് പോയാൽ കൊല്ലം വരെ ഇവിടുത്തെ മൂലകുടുംബക്കാരുണ്ട്. ഇവരെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടിമാലി, മൂന്നാർ, കട്ടപ്പന, ഇടുക്കി ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇവിടുത്തെ മൂലകുടുംബക്കാരെ അധികവും കുടികൊള്ളുന്നത്. അവരെല്ലാവരും കൊല്ലത്തിൽ 3, 4, 5 പ്രാവശ്യമൊക്കെ വന്ന് വഴിപാടുകൾ കഴിച്ച് തൊഴുതു പോകാറുണ്ട്. അവർക്ക് അതിൻ്റെ ഫലസിദ്ധിയും ലഭിക്കുന്നുണ്ട്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഇതിൻ്റെ ഫലസിദ്ധി ലഭിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് സാധ്യത എന്ന് കരുതിയിട്ടാണ് ക്ഷേത്ര സെക്രട്ടറിയോട് ചോദിച്ചത്. പക്ഷേ സോമൻചേട്ടൻ വളരെ വിശദമായി വ്യക്തമായി കാര്യങ്ങളെല്ലാം നമുക്കായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രാമാർഗം കൂടി പറയാം. പെരുമ്പാവൂർ പുത്തൻകുരിശ് റോഡിൽ മേപ്രത്തുപടി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ടുള്ള റോഡിൽ 1.25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാവിൽ എത്തിച്ചേരാവുന്നതാണ്. അതേപോലെ തന്നെ പെരുമ്പാവൂർ തൃപ്പൂണിത്തുറ പ്രൈവറ്റ് ബസ് റൂട്ടിൽ ഈച്ചരൻകവലയിൽ നിന്നും കിഴക്കോട്ടുള്ള റോഡ് മാർഗം 300 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പുതുപ്പാറക്കാവിൽ എത്താവുന്നതാണ്. അങ്ങനെ 2 പ്രധാന യാത്രാമാർഗങ്ങളാണ് ഉള്ളത്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു വൃക്ഷത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡീറ്റെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അത് ഏത് വൃക്ഷമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. എല്ലാവർക്കും സുപരിചിതമായ അത് തന്നെ അരയാലിൻ്റെ വിശദാംശങ്ങളോട് നമുക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം.
മൊറൈസി എന്ന സസ്യകുടുംബത്തിൽപ്പെടുന്ന അരയാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് റിലീജിയോസ എന്നാണ്. നമ്മൾ ഒന്ന് കരുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാക്കുളുക്കുന്നൊരു പേരാണ് ഫൈക്കസ് റിലീജിയോസ. വൃക്ഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ഒരു മരമാണിത്. അതുകൊണ്ട് തന്നെ വൃക്ഷരാജൻ എന്ന പേരിലും അരയാൽ അറിയപ്പെടുന്നുണ്ട്. അതിപുരാതന കാലം മുതൽക്ക് തന്നെ അരയാലിന് പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നുണ്ട്. ബൃഹത് സംഹിതയിലും അർത്ഥശാസ്ത്രത്തിലും വേദങ്ങളിലും ഉപനിഷത്തിലും ഒക്കെ അരയാലിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 26-ാം ശ്ലോകത്തിൽ വൃക്ഷങ്ങളിൽ ശ്രേഷ്ഠനായ അശ്വത്ഥം ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും ആരാധ്യമായിട്ടുള്ളൊരു പുണ്യവൃക്ഷമായിട്ടാണ് ഹൈന്ദവർ അരയാലിനെ നോക്കിക്കാണുന്നത്. ഭാരതത്തിലെ വിവിധ മേഖലകളിൽ അരയാൽ വളരുന്നുണ്ടെങ്കിലും വനമേഖലകളിൽ വളരെ അപൂർവമായിട്ട് ഇത് കാണാറുള്ളൂ. ഒരുപക്ഷെ ഇത്രയും പടർന്ന് പന്തലിച്ച് വളരുന്നൊരു സ്വഭാവം ഉള്ളതിനാലാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുകൂടാതെ തന്നെ നാൽപ്പാമര കഷായം, പഞ്ചവൽക്കം തുടങ്ങി നിരവധി ആയുർവേദ ഔഷധങ്ങളിൽ അരയാലിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രയോജനപ്പെടുത്തി പോരുന്നുണ്ട്. എന്നാൽ ദേവവൃക്ഷം എന്ന ഒരു സ്ഥാനം അരയാലിന് കൽപ്പിച്ചിട്ടുള്ളതിനാൽ മരം മുറിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗങ്ങൾ കിട്ടാനായിട്ടുള്ള പ്രയാസം നേരിടുന്നതുകൊണ്ട് ആയുർവേദം ഇതിനെ ഔഷധക്കൂട്ടുകളിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. അതിൻ്റെ വസ്തുത പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വൃക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കാവൽ നിൽക്കുന്ന അരയാലിൻ്റെ അതിൻ്റെ പ്രായം കൂടി നമുക്ക് ചോദിച്ചറിയാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, ചേട്ടാ നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിലെ ആൽമരത്തെ കുറിച്ചിട്ട് ചേട്ടൻ്റെ മനസ്സിലുള്ള അറിവ് എന്താണ്? അതിൻ്റെ പ്രായം നിർണ്ണയിക്കാനാവൂ? അതിനെക്കുറിച്ച് അറിവ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ പ്രായം നിർണ്ണയിക്കാനാവില്ല. ഈ അമ്പലത്തിൻ്റെ എത്ര പഴക്കമുണ്ടോ അത്ര തന്നെ പഴക്കം ആലിനുണ്ട്. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർക്ക് പോലും ഇതിൻ്റെ പ്രായം പറയാൻ പറ്റില്ല. പിന്നെ ഞാനെങ്ങനെ പറയാം? അത്രയ്ക്കും പഴക്കമുണ്ട് ആലും അമ്പലവും.